MWZ മാക്സ് ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം. എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്കുള്ളിൽ. അപ്പൊ പിന്നെ ഈ ഓണം കളറാക്കാം മാക്സ് 999 മാക്സ് 999 പാലക്കാട് റോഡ്, മേലെ പട്ടാമ്പി. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം KSU കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിവല്യൂഷൻ 194 എന്ന പേരിൽ ഏകദിന നേതൃപഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടികുത്തിമലയിൽ നടന്ന ക്യാമ്പ് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം KSU കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിവല്യൂഷൻ 194 എന്ന പേരിൽ നടത്തിയ ഏകദിന ക്യാമ്പിൽ ജില്ലാ ഭാരവാഹികളും വിവിധ യൂണിറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളും അടക്കമുള്ളവർ പങ്കെടുത്തു. കൊടികുത്തിമലയിൽ നടന്ന ക്യാമ്പ് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉദ്ഘാടനം ചെയ്തു. 9 വർഷമായി കേരളം ഭരിക്കുന്ന LDF സർക്കാർ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ടു പോവുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കലാലയങ്ങളിൽ ഇടത് വിദ്യാർത്ഥി സംഘടന നടത്തുന്ന അക്രമ രാഷ്ട്രീയത്തിന് സർക്കാരും ആഭ്യന്തര വകുപ്പും ഒത്താശ ചെയ്തു കൊടുക്കുകയാണെന്നും അതിനെ ചെറുത്തു തോൽപ്പിച്ച് KSU മുന്നേറ്റം തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ, ആ സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ SFI എന്ന് പറയുന്ന സംഘടന, വിദ്യാർത്ഥി സംഘടന എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് ഭരണപക്ഷ സംഘടനയായി അല്ലെങ്കിൽ ഭരണത്തിന്റെ ആനുകൂല്യങ്ങളെല്ലാം പറ്റിക്കൊണ്ട് സർക്കാരിന്റെ ഏറാൻമൂളികളായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ട്. അതിലെല്ലാം കേരളത്തിലെ വിദ്യാർത്ഥികൾ ക്യാമ്പസുകളെല്ലാം വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധത്തിലാണ്. ആ പ്രതിഷേധത്തിന്റെ എല്ലാം പ്രതിഫലനം ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ SFIയുടെ പരാജയവും കേരള വിദ്യാർത്ഥി യൂണിയന്റെ എല്ലാം വിജയത്തിലേക്ക് അത് പാത്രമായി വന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 2-3 വർഷക്കാലം എത്രയോ വർഷങ്ങളായി SFI അടക്കി ഭരിക്കുന്ന ക്യാമ്പസുകളിൽ നമുക്ക് വിജയിച്ചു കയറാൻ സാധിക്കുന്നു. ഈ 2 ആഴ്ചക്കാലം മുൻപ് തെരഞ്ഞെടുപ്പ് നടന്ന MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നമുക്ക് വലിയ മുന്നേറ്റം 15-20 വർഷക്കാലമൊക്കെയായി SFI ഭരിക്കുന്ന ക്യാമ്പസുകളിൽ നമുക്ക് വിജയിച്ചു കയറാൻ സാധിക്കുന്നുണ്ട്. SFI അടക്കി ഭരിക്കുന്ന ക്യാമ്പസുകളിൽ അവർ ഏക സംഘടനാവാദത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റ് സംഘടനകൾക്ക് കടന്നു വരാൻ അവർ അനുവദിക്കാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ എത്രയോ ക്യാമ്പസുകൾ. എന്നിട്ട് ഓരോ കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അവർ വലിയ രീതിയിലേക്കുള്ള വർത്തമാനങ്ങൾ പറയുന്നു. എന്താണ്? ഞങ്ങളാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്യാമ്പസുകൾ ഭരിക്കുന്നത്, ഞങ്ങളാണ് കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന യൂണിവേഴ്സിറ്റികൾ ഭരിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറയുമ്പോൾ മറ്റ് സംഘടനകളെ അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ വലിയ രീതിയിലേക്കുള്ള, അതായത് ഭീകര സംഘടനകളെ പോലും ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നാണിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് എത്രയോ ക്യാമ്പസുകളിൽ SFI കടന്നു പോകുന്നത്. KSU പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നിയാസ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി V ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി. KSU മലപ്പുറം ജില്ലാ പ്രസിഡന്റ് AK അൻഷിദ്, KPCC മെമ്പർ ബെന്നി തോമസ്, DCC ജനറൽ സെക്രട്ടറി CK ഹാരിസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറഞ്ഞിക്കൽ ആനന്ദൻ, KSU ജില്ലാ ഭാരവാഹികളായ റാഷിദ്, ജിജേഷ് പുളിക്കാത്തുടി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷഫീഖ് ചക്കാലി, താഴേക്കോട് മണ്ഡലം പ്രസിഡന്റ് ഓങ്ങല്ലൂർ ഹമീദ്, KSU മുനിസിപ്പൽ പ്രസിഡന്റ് ഷാനിദ് തുടങ്ങിയവർ നേതൃത്വ പഠന ക്യാമ്പിൽ പങ്കെടുത്ത് സംസാരിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ച് നടന്ന ക്ലാസ്സിന് സമത് മങ്കട, ഫാസിൽ CA എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.